നമസ്കാരം. വേദാസിന്റെ ഓൺലൈൻ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പി ബ്ലോക്ക് മൂലകങ്ങളെ കുറിച്ചും പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടെത്താം, അതുപോലെ തന്നെ പി ബ്ലോക്ക് മൂലകങ്ങളുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ, അവയുടെ ചില പ്രത്യേകതകൾ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡി ബ്ലോക്ക് മൂലകങ്ങളെ കുറിച്ചാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടെത്തും, ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്, പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം, പീരിയോഡിക് ടേബിൾ നമ്മൾ എടുത്താൽ ഈ ഡി ബ്ലോക്ക് മൂലകങ്ങൾ കാണപ്പെടുന്നത് ഏതൊക്കെ പീരീഡുകളിലാണ് നമുക്കറിയാം. നാലാമത്തെ പീരീഡ് മുതലാണ്. നാലാമത്തെ പീരീഡ് മുതൽ താഴോട്ടാണ് ആര് കാണപ്പെടുന്നത്, ഡി ബ്ലോക്ക് മൂലകങ്ങൾ കാണപ്പെടുന്നത്. അപ്പൊ ആ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നാണ് നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് സ്കാൻഡിയം എന്ന് പറയുന്ന ഒരു മൂലകം നമുക്കറിയാം. സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 21 അപ്പൊ ആ സ്കാൻഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഞാൻ ഒന്ന് എഴുതുന്നു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടെത്താമെന്ന് പഠിക്കാം. അപ്പൊ സ്കാൻഡിയം നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം, സ്കാൻഡിയത്തിന്റെ പ്രതീകം Sc ആണ്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ എങ്ങനെ വരും, 1s2 2s2 2p6 3s2 3p6 3d 4s2 3d1 അല്ലെ, ഇങ്ങനെ വരും. അതായത് 1s2 2s2 2p6 3s2 3p6 3d1 4s2 ഇതായിരിക്കും സ്കാൻഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. നമുക്ക് ഈ ഇലക്ട്രോണുകളെല്ലാം കൂട്ടുമ്പോൾ എത്ര കിട്ടും നോക്കാം. 6 2 8 2 10 16 18 2 20 21 ഇതാണ് സ്കാൻഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. അപ്പൊ ഈ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നോക്കി നമുക്ക് എങ്ങനെ സ്കാൻഡിയത്തിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. എസ് ബ്ലോക്ക് മൂലകങ്ങളെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അപ്പൊ ഈ ഡി ബ്ലോക്കും കൂടി പഠിക്കുമ്പോൾ ഇതാണ് സാധാരണ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഡി ബ്ലോക്ക് വരെ എഫ് ബ്ലോക്കിനെ കുറിച്ച് നമുക്ക് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുവാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ കാര്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചില്ലെങ്കിലും നമുക്ക് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഡി ബ്ലോക്ക് വരെയാണ്. അപ്പൊ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ സ്കാൻഡിയത്തിന്റെ ഞാൻ എഴുതി. സ്കാൻഡിയത്തിന്റെ എഴുതി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം അവസാന ഇലക്ട്രോൺ വന്നു ചേർന്ന സബ്ഷെൽ ഏതാണ്, അത് 3d ആണ്. അതിൽ എത്ര ഇലക്ട്രോൺ ആണ്, ഒരു ഇലക്ട്രോൺ ആണ്. അതുപോലെ തന്നെ ഏറ്റവും പുറത്തെ ബാഹിതമ ഷെല്ല് അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് പറയുന്നത് അത് 4s ആണ്. അതിൽ എത്ര ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ. അപ്പോ നമ്മൾ ചെയ്യാനുള്ളത് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുവാനായിട്ട് നമ്മൾ അവസാനം ബാഹിതമ ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം, ബാഹിതമ ഷെല്ല് ഏതാണെന്ന് നോക്കുക. ഔട്ടർ മോസ്റ്റ് ഷെല്ല് നാലാമത്തെ ഷെല്ലാണ്. അതിൽ ഒരൊറ്റ സബ് ഷെല്ലേ ഉള്ളൂ, അത് S ആണ്. ആ എസ്സിലെ ഇലക്ട്രോണുകളുടെ എണ്ണം, എക്സിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്, 2 ഇലക്ട്രോണുകളുണ്ട്. ആ എസ്സിലെ ഇലക്ട്രോണുകളോടൊപ്പം എന്ത് ചെയ്യുക, എണ്ണത്തോടൊപ്പം തൊട്ട് മുന്നിലുള്ള ഡിയിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടി എന്ത് ചെയ്യുക, കൂട്ടുക. അതായത് നാലാമത്തെ ഷെല്ലിന് തൊട്ട് മുന്നിലുള്ള ഷെല്ല് മൂന്നാമത്തേതാണ്. ആ മൂന്നാമത്തെ ഷെല്ലിലെ ഡിയിലെ ഇലക്ട്രോണിന്റെ എണ്ണം ആരോടൊപ്പം കൂട്ടണം, നാലാമത്തെ ഷെല്ലിലെ എസ്സിലെ ഇലക്ട്രോണിന്റെ എണ്ണത്തോടൊപ്പം കൂട്ടണം. അപ്പൊ നമുക്ക് ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ ഒന്ന് നോക്കിയാൽ എങ്ങനെ വരും. നാലാമത്തെ എസ് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ 2 പ്ലസ് അതിനോടൊപ്പം എന്ത് കൂട്ടണം, തൊട്ട് മുന്നിലുള്ള ഡിയിലെ ഇലക്ട്രോണിന്റെ എണ്ണം കൂടി കൂട്ടണം. ഡിയിലെ ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്, 1 ആണ്. അപ്പൊ 2 + 1 നമുക്ക് എത്രയെന്ന് കിട്ടുന്നു, 3 എന്ന് കിട്ടുന്നു. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ സ്കാൻഡിയത്തിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. സ്കാൻഡിയത്തിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്, 3 ആണ്. ഇതുപോലെ എല്ലാ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെയും ഗ്രൂപ്പ് നമ്പർ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ രീതിയിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോ ഇവിടെ എന്താണ് ചെയ്യുന്നത് മാത്രം നിങ്ങൾ അറിയുക. ഏറ്റവും പുറത്തുള്ള ബാഹിതമ ഷെല്ല് അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് സബ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണത്തോടൊപ്പം തൊട്ട് മുന്നിലുള്ള ഷെല്ലിലെ ഇലക്ട്രോൺ, അതായത് തൊട്ട് മുന്നിലുള്ള ഡിയിലെ ഇലക്ട്രോണിന്റെ എണ്ണം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ആ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കിട്ടും. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഞാൻ ക്രോമിയം എടുക്കുന്നു. ക്രോമിയത്തിന്റെ നമുക്കറിയാം 24 ആണ്. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്. ഈ ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയാൽ എങ്ങനെ വരും, 1s2 2s2 2p6 3s2 3p6 3d 4s1 എന്നാണ് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രോമിയത്തിന്റെ കാര്യം എടുക്കുമ്പോൾ ക്രോമിയത്തില് ഡി എന്ന് പറയുന്ന സബ് ഷെല്ലില് 5 ഇലക്ട്രോൺ നിറച്ച് അത് ഹാഫ് ഫിൽഡ് ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ പകുതി ഇലക്ട്രോൺ നിറഞ്ഞ അവസ്ഥയിൽ നിൽക്കും. അപ്പൊ അവയ്ക്ക് മറ്റുള്ളവയേക്കാൾ കൂടുതൽ സ്റ്റേബിൾ ആവാൻ അല്ലെങ്കിൽ കൂടുതൽ ആ സ്ഥിരത കൈവരിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. അപ്പൊ ഈ ക്രോമിയം എന്ത് ചെയ്യും, അതിന്റെ ഡിയില് 5 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്തും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം കിട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്നും ക്രോമിയത്തിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് അറിയാം. ഇപ്പൊ നമ്മൾ പഠിച്ചതാണ്. എന്ത് ചെയ്യണം, അവസാനത്തെ എസ്, അതായത് നാലാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണത്തോടൊപ്പം തൊട്ട് മുന്നിലുള്ള ഡിയിലെ ഇലക്ട്രോണിന്റെ എണ്ണം കൂട്ടണം.
അപ്പൊ തൊട്ട് മുന്നിലുള്ള ഡിയിലെ ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? 5 ആണ്. അതും ആ എസിലെ ഇലക്ട്രോണിന്റെ എണ്ണമായ 1 തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ക്രോമിയത്തിന്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടും. അപ്പൊ 1+5 എന്ന് കിട്ടും. 1+5 എത്രയാണ്? 6 ആണ്. അപ്പൊ ക്രോമിയത്തിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണെന്ന് പറയാം? നമുക്ക് 6ാം ഗ്രൂപ്പിൽ പെടുന്ന ഒരു മൂലകമാണ്, ഒരു എലമെന്റ് ആണ് ആരെന്ന് പറയാം? ക്രോമിയം എന്ന് പറയാം. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഡി ബ്ലോക്ക്, ഏത് ഡി ബ്ലോക്ക് മൂലകം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലും ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്ന രീതി ഈ ഒരു രീതിയിലാണ്. അപ്പോ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. ഡി ബ്ലോക്ക് മൂലകങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഡി ബ്ലോക്ക് മൂലകങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു എന്താ? ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത് 4ാമത്തെ പീരീഡ് മുതലാണ് തുടങ്ങുന്നത്. 4, 5, 6, 7 എന്നീ പീരീഡുകളിലാണ് ആര് കാണപ്പെടുന്നത്? ഡി ബ്ലോക്ക് മൂലകങ്ങൾ കാണപ്പെടുന്നത്. ആ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നു. അതിന് മുന്നായിട്ട് നമ്മൾ ആദ്യം പഠിച്ചത് എന്താ? ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്? ഏറ്റവും പുറത്തുള്ള ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ എസ് സബ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണത്തോടൊപ്പം തൊട്ട് മുന്നിലുള്ള ഡിയിലെ ഇലക്ട്രോണിന്റെ എണ്ണം കൂടി കൂട്ടുമ്പോൾ നമുക്ക് ആരുടെ എണ്ണം കിട്ടും? ആരുടെ നമ്പർ കിട്ടും? ഗ്രൂപ്പ് നമ്പർ കിട്ടും. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ പഠിച്ചതുപോലെ തന്നെയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെയും പീരീഡ് നമ്പറും അതുപോലെ ബ്ലോക്കും കണ്ടുപിടിക്കുന്നത് സാധാരണ പഠിച്ച അതേ രീതിയിലാണ്. പീരീഡ് നമ്പർ കണ്ടുപിടിക്കുന്നത് നമ്മൾ എപ്പോഴും എല്ലാവർക്കും തുല്യമാണ് നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും തുല്യമല്ല, എല്ലാവർക്കും ഒരുപോലെയാണ് നമ്മൾ പഠിച്ചത്. എങ്ങനെയാ? പീരീഡ് നമ്പർ എന്ന് പറയുന്നത് സബ് ഷെല്ലിന്റെ ഇടതുവശത്ത് കിടക്കുന്ന സംഖ്യകളിൽ, അതായത് ഷെല്ലിനെ സൂചിപ്പിക്കുന്ന നമ്പറിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണോ അതായിരിക്കും അതിന്റെ എന്തെന്നറിയപ്പെടുന്നത്? പീരീഡ് നമ്പർ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ ബ്ലോക്ക് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഈ പറയുന്ന അവസാന ഇലക്ട്രോൺ വന്നു ചേർന്ന സബ് ഷെൽ ഏതാണോ അതായിരിക്കും അതിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, ഏറ്റവും പുറത്ത് കിടക്കുന്നത് എസ് സബ് ഷെൽ ആണെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട് എസിനേക്കാൾ ഊർജം കൂടുതലാണ് ആർക്ക്? ഡിയിൽ. അപ്പൊ എസിൽ ഇലക്ട്രോൺ നിറഞ്ഞതിന് ശേഷം മാത്രമേ എപ്പോഴും ആരിൽ ഇലക്ട്രോൺ നിറയാറുള്ളൂ? ഡിയിൽ ഇലക്ട്രോൺ നിറയാറുള്ളൂ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പീരീഡ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ അത് ബ്ലോക്കും കണ്ടുപിടിക്കാം. അതുപോലെ നമ്മൾ ഇപ്പോൾ എന്ത് പഠിച്ചു? ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്ന കാര്യവും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. അപ്പോൾ ഡി ബ്ലോക്ക് മൂലകങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പീരീഡ് എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എത്രാമത്തെ പീരീഡ് മുതലാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ? 4ാമത്തെ പീരീഡ് മുതലാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അതുപോലെ ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ചോദിച്ചാൽ നമുക്ക് പറയാം 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലാണ്, 3 to 12 ഗ്രൂപ്പ്സിലാണ് ഉൾപ്പെടുന്നത്? ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഉൾപ്പെടുന്നത്. അപ്പൊ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന എല്ലാ മൂലകങ്ങളും ഏതാണെന്ന് നമുക്ക് പറയാം? ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. ഈ ഡി ബ്ലോക്ക് മൂലകങ്ങളെ വിളിക്കുന്ന ഒരു പേരാണ് സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? സംക്രമണ മൂലകങ്ങൾ, അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും? ട്രാൻസിഷൻ മെറ്റൽസ് എന്നാണ് വിളിക്കുന്നത്. ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് വിളിക്കും. അപ്പൊ സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് ആരെ വിളിക്കുന്നു? ഡി ബ്ലോക്ക് മൂലകങ്ങളെ വിളിക്കുന്നു. ഇനി അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈ ഡി ബ്ലോക്ക് മൂലകങ്ങളെല്ലാം തന്നെ ലോഹങ്ങളാണ് അല്ലെങ്കിൽ മെറ്റൽസ് ആണ് എന്ന് നമുക്ക് പറയാം. എല്ലാം എന്താണ്? ലോഹങ്ങളാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളെല്ലാം തന്നെ ലോഹങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്? അവരെല്ലാം മെറ്റൽസ് ആണ് എന്ന് പറയാം. അതുകൊണ്ടാണ് അവയെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസിഷൻ മെറ്റൽസ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കാനുള്ള കാരണം. അപ്പൊ നമ്മൾ പഠിച്ച ഒന്നാമത്തെ കാര്യം ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിനെ കുറിച്ച് പഠിച്ചു. 3 മുതൽ 12 വരെ ഉള്ള ഗ്രൂപ്പുകളിലാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് പഠിച്ചു ഇവിടെ മറ്റൊരു പേര് സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളെല്ലാം തന്നെ ലോഹങ്ങളാണ് അല്ലെങ്കിൽ മെറ്റൽസ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം? എല്ലാ മൂലകങ്ങളും എന്താണ്? മെറ്റൽസ് ആണ്. അതുകൊണ്ട് ഇവയെ നമ്മൾ സംക്രമണ ലോഹങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് എന്നാണ് വിളിക്കുന്നത്. ഇനി അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ പി ബ്ലോക്ക്, എസ് ബ്ലോക്ക് ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു. അതാ നമുക്കറിയാം റെപ്രസെന്റേറ്റീവ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന പ്രാതിനിധ്യ മൂലകങ്ങൾ, റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ എസിലെയും പിയിലെയും മൂലകങ്ങളെയാണ്, എലമെന്റ്സിനെയാണ്. അപ്പൊ നമുക്ക് പൊതുവായിട്ട് പറയാം, ഈ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ കാര്യം പഠിച്ചപ്പോഴും പി ബ്ലോക്ക് മൂലകങ്ങളുടെ കാര്യം പഠിച്ചപ്പോഴും ഇവരെല്ലാം ഗ്രൂപ്പിൽ സാദൃശ്യം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് ഒരേ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ മൂലകങ്ങളും അവരുടെ പ്രോപ്പർട്ടീസിലും മറ്റുമൊക്കെ സിമിലാരിറ്റി കാണിക്കുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. അതുപോലെ തന്നെയാണ് ഇവിടെ ഡി ബ്ലോക്ക് മൂലകങ്ങളും. ഇവിടെ ആരാണ്? ഡി ബ്ലോക്ക് മൂലകങ്ങളും അവരുടെ ഗ്രൂപ്പിൽ സിമിലാരിറ്റി കാണിക്കുന്നു. ഡി ബ്ലോക്ക് മൂലകങ്ങളും അവരുടെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നു? സിമിലാരിറ്റി കാണിക്കുന്നു.
ഗ്രൂപ്പിൽ സിമിലാരിറ്റി കാണിക്കുന്നതിന്റെ കാരണവും നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ഗ്രൂപ്പിൽ സിമിലാരിറ്റി കാണിക്കാനുള്ള കാരണം? ഗ്രൂപ്പിൽ സിമിലാരിറ്റി കാണിക്കാൻ കാരണം ആ ഒരു ഗ്രൂപ്പ് നമ്മൾ എടുത്താൽ ആ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ മൂലകങ്ങളുടെയും ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം സെയിം ആയിരിക്കും. ഇപ്പൊ എസ് എടുത്തു കഴിഞ്ഞാൽ, രണ്ടാം ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ രണ്ടാം ഗ്രൂപ്പിൽ എസ്സിൽ എല്ലാ മൂലകങ്ങളുടെയും എസ്സിൽ വരുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എത്രയായിരിക്കും? 2 ആയിരിക്കും. ആ ഒരു ഓർഡറിലാണെന്നോ നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്ന കാര്യം പഠിച്ചത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം സിമിലർ പ്രോപ്പർട്ടി കാണിക്കുവാനുള്ള കാരണം. ഇനി അതുപോലെ പി ബ്ലോക്ക് നമ്മൾ എടുത്താൽ എങ്ങനെയായിരിക്കും? പി ബ്ലോക്കിലും നമ്മൾ ഒരു ഗ്രൂപ്പ് എടുത്താൽ ആ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളുടെ എല്ലാം തന്നെ അവസാനത്തെ പി സബ്ഷെല്ലിൽ ഇലക്ട്രോണിന്റെ എണ്ണം നോക്കിയാൽ അത് സിമിലർ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഡി ബ്ലോക്കിലും ഒരു ഗ്രൂപ്പ് നമ്മൾ എടുത്താൽ ആ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ മൂലകങ്ങളുടെയും അവസാനത്തെ ഔട്ടർ മോസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും പുറത്തുള്ള സബ്ഷെല്ലായ ആ സബ്ഷെല്ലിൽ വന്നു ചേരുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എപ്പോഴും എത്രയായിരിക്കും? സെയിം ആയിരിക്കും, അത് തുല്യമായിരിക്കും. ഇനി ഇവർക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എസിലും പിയിലും ഇല്ലാത്ത ഒരു പ്രത്യേകത കൂടി ആർക്കുണ്ട്? ഡി ബ്ലോക്ക് മൂലകങ്ങൾക്കുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എസ് ബ്ലോക്ക് മൂലകങ്ങളും പി ബ്ലോക്ക് മൂലകങ്ങളും ഗ്രൂപ്പിൽ മാത്രമേ സാദൃശ്യം പ്രകടിപ്പിക്കുന്നുള്ളൂ. സിമിലാരിറ്റി കാണിക്കുന്നത് എവിടെ മാത്രമാണ്? ഇതുപോലെ പോകുന്ന ഗ്രൂപ്പിൽ മാത്രമായിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്? സിമിലാരിറ്റി കാണിക്കുന്നത്. എന്നാൽ ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഗ്രൂപ്പിൽ സാദൃശ്യം പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവ ഒരേ പീരീഡിൽ വരുന്ന മൂലകങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? സാദൃശ്യം പ്രകടിപ്പിക്കാറുണ്ട്. അതായത് ഈ ഒരു പീരീഡിൽ വരുന്ന മൂലകങ്ങളെല്ലാം തന്നെ അവയുടെ ആ സിമിലാരിറ്റി, എന്തിലുള്ള പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം? പറയാം. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഗ്രൂപ്പിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ ഗ്രൂപ്പിൽ സിമിലാരിറ്റി കാണിക്കാനുള്ള കാരണം എന്താ? ഗ്രൂപ്പിൽ സിമിലാരിറ്റി കാണിക്കുവാനുള്ള കാരണം ഇവയുടെ എല്ലാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, അതായത് ബാഹ്യതമ ഷെല്ലിലെ എസ് സബ്ഷെല്ലിൽ ഏറ്റവും പുറത്തു വരുന്ന സബ്ഷെൽ ഏതാണോ ആ സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം സെയിം ആയിരിക്കും. ഒപ്പം തന്നെ നമ്മൾ പഠിച്ച മറ്റൊരു കാര്യം, പീരീഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും എന്തായിരിക്കും? ഈ പറയുന്ന ഏറ്റവും പുറത്തുള്ള ഷെല്ലിന്റെ എണ്ണം, ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം തുല്യമായിരിക്കും. ഇപ്പോ നിങ്ങൾക്ക് ഒരു ഉദാഹരണമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോ സ്കാൻഡിയം നമ്മൾ എടുക്കുന്നു. ഈ സ്കാൻഡിയത്തിന് നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ നമുക്കറിയാം 3d1 4s2 എന്നാണ് വന്നത് അല്ലേ? 3d1 4s2 എന്നാണ്. ഈ സ്കാൻഡിയത്തിന് ശേഷം ഇങ്ങോട്ട് വരുന്ന മൂലകങ്ങൾക്കെല്ലാം തന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിന്റെ എണ്ണം എത്ര തന്നെയായിരിക്കും? 4s2 തന്നെയായിരിക്കും. 4s2 തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഇവ പീരീഡിലും സിമിലാരിറ്റി കാണിക്കുന്നു. ഇനി താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇവിടെ 4s2 ആണെങ്കിൽ തൊട്ട് താഴെ വരുന്നത് എത്രയായിരിക്കും? 5s2 ആയിരിക്കും. അപ്പോ ഗ്രൂപ്പിലും സിമിലാരിറ്റി കാണിക്കും. അതുപോലെ തന്നെ എന്താണ്? പീരീഡിലും ഡി ബ്ലോക്ക് മൂലകങ്ങൾ സാദൃശ്യം പ്രകടിപ്പിക്കുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയുവാനായിട്ട് സാധിക്കും. അപ്പോ നമ്മൾ പഠിച്ചു, ഗ്രൂപ്പിലും പീരീഡിലും ഡി ബ്ലോക്ക് മൂലകങ്ങൾ സാദൃശ്യം പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ സിമിലർ പ്രോപ്പർട്ടീസ് ഷോ ചെയ്യുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറയാം. ഇനി അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്ന സബ്ഷെൽ ഏതാണ് എന്ന് ചോദിച്ചാൽ പറയണം ഏറ്റവും പുറത്തുള്ള, അതായത് ബാഹ്യതമ ഷെൽ, ഔട്ടർ മോസ്റ്റ് ഷെൽ അല്ലെ? ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് തൊട്ട് മുന്നിലുള്ള പീനൾട്ടിമേറ്റ് ഷെൽ നമ്മൾ പറയും, തൊട്ട് മുന്നിലുള്ള ഷെല്ലിലായിരിക്കും അവസാന ഇലക്ട്രോൺ വന്ന് ചേരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്ന ഷെല്ല് അല്ലെങ്കിൽ സബ് ഷെല്ലൊക്കെ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം പീനൾട്ടിമേറ്റ് ഷെല്ലാണ്. അതായത് ഏറ്റവും പുറത്തുള്ള, ഏറ്റവും ഔട്ടർ മോസ്റ്റിലുള്ള ഷെല്ലിന് തൊട്ട് മുന്നിലുള്ള ഷെല്ലിലായിരിക്കും ഏറ്റവും അവസാനം ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോൺ അവസാനം ഫില്ല് ചെയ്യപ്പെടുന്നത് നമുക്ക് എന്ത് ചെയ്യാം പറയാം. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്. ഇനിയും പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് നമുക്ക് ഓരോന്നായിട്ട് എടുത്തു പഠിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ പഠിച്ചു ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ നമ്മൾ രണ്ടാമത് പഠിച്ച കാര്യം, ഡി ബ്ലോക്ക് മൂലകങ്ങളെ വിളിക്കുന്ന മറ്റൊരു പേര് പഠിച്ചു. എന്തെന്നാ വിളിക്കുന്നത്? സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നു. അതുപോലെ പഠിച്ച മൂന്നാമത്തെ കാര്യമാണ് എന്താ പഠിച്ചത്? ഈ ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളെല്ലാം തന്നെ ലോഹങ്ങളാണ്. ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളെല്ലാം തന്നെ എന്താണ്? ലോഹങ്ങളാണ്. ഇനി അതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? ട്രാൻസിഷൻ മെറ്റൽസ് അല്ലെങ്കിൽ സംക്രമണ ലോഹങ്ങൾ എന്നാണ് എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. അതുപോലെ പഠിച്ച നാലാമത്തെ കാര്യമാണ് എന്ത്? ഇവ ഗ്രൂപ്പിലും പീരീഡിലും സാദൃശ്യം പ്രകടിപ്പിക്കുന്നു. അപ്പോ സിമിലാരിറ്റി പ്രോപ്പർട്ടീസിൽ കാണിക്കുന്ന എവിടെയൊക്കെയാണ്? ഗ്രൂപ്പിലും കാണിക്കും, അതുപോലെ തന്നെ
പീരീഡിലും കാണിക്കും. എന്തുകൊണ്ട് അങ്ങനെ കാണിക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഗ്രൂപ്പ് എടുത്താലും പീരീഡ് എടുത്താലും അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്ന സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം എപ്പോഴും എത്രയായിരിക്കും? അവസാന ഇലക്ട്രോണിലെ അവസാനത്തെ സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം, ഏറ്റവും പുറത്തുള്ള സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇവിടെ നമ്മൾ 4s2 ആണ് എടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്നതിൽ 4s2 ആയിരിക്കും, പിന്നെ വരുന്നതിൽ 4s2 ആയിരിക്കും. ഇനി താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ 5s2 6s2 എന്ന് പറയുന്ന രീതിയിൽ എന്ത് ചെയ്യും പോകും. അപ്പൊ ഇതാണ് സിമിലാരിറ്റി കാണിക്കാനുള്ള കാരണം. അവസാനം നമ്മൾ പഠിച്ചു ഏറ്റവും അവസാനം ഇലക്ട്രോൺ പൂരണം അല്ലെങ്കിൽ ഇലക്ട്രോൺ അവസാനം ഫില്ല് ചെയ്യപ്പെടുന്ന ഷെല്ല് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് തൊട്ട് മുന്നിലുള്ള പീനൾട്ടിമേറ്റ് ഷെല്ലാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് തൊട്ട് മുന്നിലുള്ള ഷെല്ലിലായിരിക്കും ഏറ്റവും അവസാനം ഇലക്ട്രോൺ ചേരുന്നത് അല്ലെങ്കിൽ പൂരണം നടക്കുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സിഡേഷനുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകളാണ്. ഓക്സീകരണാവസ്ഥയുമായി ഓക്സിഡേഷൻ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകൾ. അതെന്താണ് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, രണ്ട് സംയുക്തങ്ങളായിരുന്നു FeCl2 ഉം FeCl3 ഉമാണ് ഞാൻ തന്നിരിക്കുന്നത്. രണ്ട് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഈ രണ്ട് കോമ്പൗണ്ടിലും വരുന്ന ഡി ബ്ലോക്ക് മൂലകം ഏതാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആരാണ്? രണ്ടിലും വരുന്നത് അയണാണ്. അപ്പോ ഈ അയണിന്റെ ഓക്സിഡേഷൻ നമ്പർ ജസ്റ്റ് നമുക്കൊന്ന് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കറിയാം FeCl2ലും FeCl3ലുമുള്ള അയണിന്റെ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ FeCl2വിന്റെ ആദ്യം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്. അറിഞ്ഞൂടാത്ത മൂലകത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ X ആയിട്ട് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അറിയാവുന്നത് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ക്ലോറിൻ ആണ്, തൊട്ടടുത്ത് വന്നിരിക്കുന്നതല്ലേ. ആ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്കറിയാം എത്രയാ? -1 ആണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം എന്താ? ഒരു കോമ്പൗണ്ട് നമ്മൾ എടുത്താൽ, ഒരു സംയുക്തം എടുത്താൽ, ആ സംയുക്തത്തിനകത്ത് ആ കോമ്പൗണ്ടിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സുകളുടെ അല്ലെങ്കിൽ ഉള്ള ഘടക മൂലകങ്ങളുടെ ഓക്സിഡേഷൻ നമ്പറുകളുടെ തുക സം എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ആ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന് ആ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് FeCl2 എന്ന് പറയുന്നതിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാം. നമുക്ക് Fe അറിഞ്ഞൂടാ. അപ്പൊ നമ്മൾ അറിഞ്ഞാത്തത് എന്തെന്ന് കൊടുത്തു? X എന്ന് കൊടുത്തു. ക്ലോറിന്റെ നമുക്കറിയാം -1 ആണ്. ഇനി നമ്മൾ പഠിച്ചു ഈ കോമ്പൗണ്ടിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റുകളുടെ അല്ലെങ്കിൽ ആ ഘടക മൂലകങ്ങളുടെ ഓക്സിഡേഷൻ നമ്പറുകളുടെ തുക എപ്പോഴും എത്രയായിരിക്കും? 0 ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റൂലേ? പറ്റും. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഇത് സംഭടിക്കും. ഇവിടെ എത്ര അയണുണ്ട്? ഒരു അയണയുണ്ട്. അപ്പൊ നമ്മൾ എന്തെടുത്തു? X പ്ലസ് സമ്മാണ്. അപ്പൊ നമുക്ക് എപ്പോഴും അഡീഷൻ ആണ് ചെയ്യാറുള്ളത്. പ്ലസ് എടുത്തു. അതിനുശേഷം നമുക്കറിയാം ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. അങ്ങനെയുള്ള എത്ര ക്ലോറിൻ ഉണ്ട് ഇവിടെ? 2 ക്ലോറിൻ. അപ്പൊ 2 ക്ലോറിനും കൂടി ആവുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? 2 × -1 എടുക്കും. 2 × -1. ഇനി ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവരുടെ സം എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇവരുടെ സം എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇതിൽ നിന്ന് നമുക്ക് X ന്റെ കാര്യം കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. X 2 × -1 എത്രയാ? 2 × -1 -1 ആണ്. ആ മൈനസും ഈ പ്ലസും കൂടി ചേർന്ന് എന്താകും? മൈനസ് ആകും. അപ്പൊ X - 2 = 0. ഈ -2 അങ്ങ് സമത്തിനപ്പുറത്ത് പോകുമ്പോൾ എന്താകും? +2 ആവും. അപ്പൊ X +2 എന്ന് കിട്ടും. അതായത് FeCl2 എന്ന് പറയുന്ന ഈ ഒരു സംയുക്തം എടുത്താൽ, ഈ ഒരു കോമ്പൗണ്ട് എടുത്താൽ അതിനകത്തെ അയണിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? അത് +2 ആണ്. അയണിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? +2 ആണ്. ഇനി നമുക്ക് അതുപോലെ തന്നെ കണ്ടുപിടിക്കേണ്ട മറ്റൊരാളാണ് ആര്? FeCl3യിലെ അയണിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ അതുകൂടി നമുക്കൊന്ന് എന്ത് ചെയ്യാം? കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ വരും? FeCl3 ആണ്. FeCl3 നമ്മൾ എടുത്താൽ നമുക്കറിയാം അയണിനെ നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ X എന്ന് കൊടുത്തു. ക്ലോറിനെ നമുക്കറിയാം -1 ആണ്. ഇനി ഇവ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും നമുക്കറിയാം. അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നു. X പ്ലസ് എത്ര ക്ലോറിൻ ആണ് ഉള്ളത്? നേരത്തെ 2 ക്ലോറിൻ ആയിരുന്നു. പക്ഷെ ഇവിടെ എത്ര ക്ലോറിൻ ഉണ്ട്? 3 ക്ലോറിൻ ഉണ്ട് അല്ലേ. അപ്പൊ 3 × -1 - 0 എന്ന് വരും. 3 × -1 = 0. ഇനി നമുക്കറിയാം ഇത് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ വരും? X 3 × -1 എത്രയാണ്? -3 ആണ്. ഈ മൈനസും ഈ പ്ലസും കൂടി ചേർന്ന് എന്താകും? മൈനസ് ആകും. അപ്പൊ X - 3 = 0 എന്ന് വരും. X ഈ -3 സമത്തിനപ്പുറത്ത് പോകുമ്പോൾ എന്താകും? +3 എന്ന് വന്നു. അതായത് FeCl3ക്കകത്തുള്ള അയണിന്റെ ഓക്സിഡേഷൻ നമ്പർ +3 ആണെന്നും FeCl2വിനകത്തുള്ള അയണിന്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്തു? കിട്ടി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഒരേ മൂലകത്തിന് തന്നെ രണ്ട് വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കിട്ടി. രണ്ട് വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ എന്ത് ചെയ്തേ? നമുക്ക് കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം?
ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ പഠിച്ചത്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഒരിക്കലും നമ്മളിപ്പോ എസ് ബ്ലോക്കിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അതായത് ഒന്നാം ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ +1 കാണിക്കും, രണ്ടാം ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ +2. അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, മാറ്റം വരില്ല. എന്നാൽ പി ബ്ലോക്കിലേക്ക് നമ്മൾ പോയപ്പോൾ അവിടെ മൈനസ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരും പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരും പഠിച്ചു. പക്ഷേ ഡി ബ്ലോക്കിൽ വന്നപ്പോൾ അവിടെ പഠിച്ച ഓക്സിഡേഷൻ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകത എന്താ? അവിടെ ഒരു മൂലകം തന്നെ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥകൾ കാണിക്കുന്നു. അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ ഒരുപാട് ഡിഫറൻസ് കാണിക്കുന്ന ആൾക്കാരാണ് ആര്? ഒരു മൂലകങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ FeCl2 FeCl3 രണ്ട് കോമ്പൗണ്ട് എടുത്തപ്പോൾ അതില് ഒരെണ്ണത്തിലുള്ള അയൺ കാണിക്കുന്നത് +2 ആണെങ്കിൽ മറ്റേതിൽ +3 കാണിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യം എന്താ? ഡി ബ്ലോക്ക് മൂലകങ്ങൾ പൊതുവെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഓക്സിഡേഷൻ സ്റ്റേറ്റില് ഡിഫറൻസ് കാണിക്കുന്ന ആൾക്കാരാണ് ആര്? വേരിയേഷൻ, അതായത് ഒരുപാട് വേരിയേഷൻ ഇവർക്ക് എന്ത് ചെയ്യാറുണ്ട്? സംഭവിക്കാറുണ്ട്. അപ്പോ ഓക്സിഡേഷൻ നമ്പറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറൻസ്, വ്യത്യസ്ത ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്ന ആൾക്കാരാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം? ഡി ബ്ലോക്ക് മൂലകങ്ങളെ പറ്റി പറയാം. അപ്പോ അതുമായി ബന്ധപ്പെട്ട് പറയുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇത് ഒരെണ്ണം മാത്രം എടുത്താൽ പോരല്ലോ, നമുക്ക് 1-2 എക്സാമ്പിൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത 2 കോമ്പൗണ്ട് സംയുക്തം കൂടി നമുക്കൊന്ന് എടുത്ത് പരിശോധിക്കാം. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം MnCl2 അതുപോലെ MnO2 തന്നിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇതിലെ രണ്ടിലും വന്നിരിക്കുന്ന ഡി ബ്ലോക്ക് മൂലകം ഏതാണ്? മാംഗനീസ് ആണ്. അപ്പൊ ഈ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കണ്ടുപിടിക്കാനുള്ളത്. അത് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച അതേ ഓർഡറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. മാംഗനീസിന്റെ നമുക്ക് ആദ്യം MnCl2 എടുക്കാം. അതിൽ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് എന്ത് ചെയ്തുകൂടാ? അറിഞ്ഞുകൂടാത്തത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? X എന്ന് കൊടുക്കും അല്ലേ? X എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടുപിടിക്കുന്നു. നമുക്കറിയാം ഇവിടെ എത്ര മാംഗനീസ് ഉണ്ട്? ഒരു മാംഗനീസ്. അപ്പൊ X പ്ലസ് എത്ര ക്ലോറിൻ ഉണ്ട്? 2 ക്ലോറിൻ. ഒരു ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? -1 ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 × -1 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 0 കിട്ടണം. ഇനി ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വില കണ്ടുപിടിക്കാം. x - 2 = 0. x എന്ന് കിട്ടി +2 എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? MnCl2 മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +2 ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്തു? കിട്ടി. ഇതുപോലെ നമുക്ക് MnO2 മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടി കണ്ടുപിടിക്കാം. അപ്പോ MnO2 നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അറിഞ്ഞാത്തത് X എന്ന് കൊടുത്തു, മാംഗനീസിന്റെ അറിഞ്ഞൂടെ X എന്ന് കൊടുത്തു. ഓക്സിജൻ നമുക്കറിയാം -2 ആണ്. ഇത് ചെയ്യുന്നു എങ്ങനെ ചെയ്യും? X പ്ലസ് എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട് അല്ലെ? ഒരു ഓക്സിജൻ -2. അപ്പൊ 2 × -2 = 0. അപ്പൊ 2 × -2 = 0. ഇനി എന്ത് ചെയ്തു? X ഈ -2 കൂടെ എന്താകും? -4 ആകും അല്ലെ? ആ മൈനസും ഇവിടുത്തെ പ്ലസും കൂടി ചേരുമ്പോൾ എന്താകും? മൈനസ് ആകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? X - 4 = 0 എന്ന് കിട്ടും. X = ഈ -4 സമത്തിനപ്പുറത്ത് പോകുമ്പോൾ എന്താകും? +4 എന്ന് കിട്ടും. അതായത് ഇവിടെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ +4 ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്തു? കിട്ടി. അതായത് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പറയാം, ഇവിടെയും മാംഗനീസ് എന്ത് ചെയ്തു? 2 വ്യത്യസ്ത സംയുക്തങ്ങൾ എടുത്തപ്പോഴും അവയുടെ ഓക്സിഡേഷൻ നമ്പറിൽ വ്യത്യാസം വന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. പക്ഷേ ഒരു എസ് ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു പി ബ്ലോക്കോ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാറില്ല. ആർക്ക് മാത്രമേ ഈ ഒരു പ്രത്യേകതയുള്ളൂ? അത് ഡി ബ്ലോക്കിന് മാത്രമാണ്. ഇനി എഫ് ബ്ലോക്കിനെ കുറിച്ച് പഠിക്കുമ്പോഴും ഈ പ്രത്യേകത അവരും കാണിക്കുന്നുണ്ട്. കാരണം എഫ് ബ്ലോക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാനവിടെ പറയാം. അപ്പോ ഈ ഡി ബ്ലോക്ക് മൂലകങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും എന്തായിരിക്കില്ല? സെയിം ആയിരിക്കില്ല. വ്യത്യസ്തമായിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരാണ് ആരെന്ന് പറയാം? നമുക്ക് ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയാം. ഇനി നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്. എന്താണ്? ഈ മേഖലയിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സാധാരണ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചാല് നമുക്ക് നേരത്തെ പറഞ്ഞ അയണിലേക്ക് തന്നെ തിരിച്ചു വരാം. അയണിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്കറിയാം അയണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? നമുക്കറിയാം 26 ആണ് അല്ലെ? ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6 3d 4s2 ഇനി ലാസ്റ്റ് അവശേഷിക്കുന്ന എത്ര വരും? 6. അപ്പൊ ഇതായിരുന്നു ആരുടെ? ഈ പറയുന്ന അയണിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഈ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ഇവിടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ FeCl2 FeCl3 എടുത്തപ്പോൾ അവിടെ FeCl2 Feയുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചപ്പോൾ +2 എന്നും FeCl3 ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചപ്പോൾ എത്രയെന്നും വന്നു? ഈ +3 എന്നും വന്നു. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്:
Fe സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം തന്നിട്ട് ഇതിനകത്ത് നിന്നും ഇതിങ്ങനെ തന്നിട്ട് നിങ്ങളടുത്ത് പറയുന്നു Fe2+ന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറയും, അല്ലെങ്കിൽ Fe3+ന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറയും. നമ്മൾ എങ്ങനെ എഴുതും? Fe3+ഉം Fe2+ഉം ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ നമുക്കറിയാം. എങ്ങനെ എഴുതും? നമ്മൾ എപ്പോഴാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു മൂലകം അല്ലെങ്കിൽ ഒരു ആറ്റം എപ്പോഴാണ് അത് അയോൺ ആയിട്ട് മാറുന്നത് നമുക്കറിയാം. എപ്പോഴാണ്? ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോഴോ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുമ്പോഴോ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ചാർജുള്ള അയോൺ ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്നു, ലോസ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം? അറിയാം. അപ്പോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അയൺ എന്ന് പറയുന്നതിന് 26 ഇലക്ട്രോണുകളാണുള്ളത്. 26 ഇലക്ട്രോണുകളാണുള്ളത്. ആ 26 ഇലക്ട്രോണുകൾ ഉള്ള സമയത്ത് അതിന് ചാർജ് ഒന്നുമില്ല, അതൊരു ആറ്റമായിട്ടിരിക്കും. എന്നാൽ അതിൽ നിന്നും 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുമ്പോഴാണല്ലോ അത് ആരായി മാറുന്നത്? Fe2+ ആയിട്ട് മാറുന്നത്. 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുമ്പോൾ അത് ആരായിട്ട് മാറുന്നു? Fe2+ ആയിട്ട് മാറുന്നു. അപ്പോൾ 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാം? 2 എണ്ണം പോയി കഴിഞ്ഞു. അപ്പോൾ അത് Fe2+ ആയി. അതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് പിന്നെ എത്ര എഴുതിയാൽ മതി? ആ 2 എണ്ണം കളഞ്ഞിട്ടുള്ള എഴുതിയാൽ പോരെ? എഴുതിയാൽ മതി. അതെങ്ങനെയായിരിക്കും എഴുതുന്നത്? 1s2 2s2 2p6 3s2 3p6 3d6. കാരണം ഈ 4sലെ 2 ഇലക്ട്രോണിനെയാണ് ഈ Fe2+ എന്ത് ചെയ്തത്? കളഞ്ഞത്. അത് എന്തുകൊണ്ട് അങ്ങനെ കളഞ്ഞു എന്നൊരു സംശയം ഇപ്പൊ നിങ്ങൾക്ക് വരും. കാരണം നമ്മൾ പഠിച്ചപ്പോ പറഞ്ഞു അവസാന ഇലക്ട്രോൺ വന്ന് ചേരുന്ന സബ്ഷെല്ല് അത് ഡിയിലേതാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചേരാൻ കാരണം? അവരുടെ ഊർജം, എനർജി നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് അങ്ങനെ ആ എനർജി ഏറ്റവും കുറഞ്ഞതിൽ ആദ്യം ചേരും, അതിനേക്കാൾ കൂടിയതിൽ പിന്നീട് വന്ന് ചേരുന്നു എന്നുള്ള കാര്യം പഠിച്ചു. പക്ഷെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നത് എപ്പോഴും ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ നിന്നായിരിക്കും. ഔട്ടർ മോസ്റ്റ് ഷെൽ ഏതാണോ അതിൽ നിന്നായിരിക്കും ആദ്യം ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ വേറെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നേ ഉള്ളൂ. ഈ 3Dയും 4Sഉം പരിഗണിച്ചാൽ ഇവരുടെ ഊർജങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതാണ്. വളരെ സ്മാൾ ഡിഫറൻസ് മാത്രമേ ഇവരുടെ ഊർജ്ജങ്ങൾ തമ്മിലുള്ളത് ഉള്ളൂ. ഷെല്ലിൽ ഇവരുടെ സബ്ഷെല്ലുകളുടെ ഊർജ്ജം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രോൺ നിറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഊർജ്ജം കുറഞ്ഞതിൽ നിറയും, കൂടിയതിൽ ഏറ്റവും അവസാനം നിറയും. പക്ഷെ ഇലക്ട്രോൺ എപ്പോഴും കളയുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഏറ്റവും പുറത്തെ സബ്ഷെൽ ഏതാണോ, ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ സബ്ഷെൽ ഏതാണോ അതിൽ നിന്നായിരിക്കും ആദ്യം ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്? കളയുന്നത്. അതുകൊണ്ടാണ് ഈ 4s2ലെ ഇലക്ട്രോണിനെ എന്ത് ചെയ്തു? കളഞ്ഞു. അപ്പൊ 4sലെ 2 ഇലക്ട്രോൺ കളഞ്ഞപ്പോൾ അയാൾ ആരായി മാറി? Fe2+ ആയിട്ട് മാറി. ഇനി Fe3+ ആവുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? ഇതിൽ നിന്ന് 2 എണ്ണം കളഞ്ഞു, പിന്നെ ഒരെണ്ണം ഇനി എവിടെ നിന്ന് കളയും? പിന്നെ ഒരെണ്ണം കളയുന്ന എവിടെ നിന്നായിരിക്കും? ഡി എന്നായിരിക്കും. അപ്പൊ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 1s2 Fe3+ എഴുതുമ്പോൾ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6. ഇനി 3Dയില് 6 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ നിന്നും ഒരെണ്ണം കളഞ്ഞു. അപ്പോൾ ഇനി എത്രയേ ഉള്ളൂ? 3d5 എന്ന് വന്നു. അപ്പോൾ നമുക്ക് പറയാം ഇതാണ് Fe3+ന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അപ്പോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ പറയുന്ന അയോണുകളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനായിട്ട് പറ്റും. അപ്പോ Fe2+ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം വന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അവസാനത്തെ എസിലെ 2 ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തി, അതായത് 2+ ആവുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? 2 ഇലക്ട്രോണെ കളയുമ്പോഴായിരിക്കും. അങ്ങനെ 2 ഇലക്ട്രോൺ കളഞ്ഞപ്പോൾ അത് Fe2+ ആയി. ഇനി 3+ ആയി മാറുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? എസിലെ 2 എണ്ണം പോയി കഴിഞ്ഞു, അപ്പൊ 2+ ആവുള്ളൂ. പിന്നെ 1 ഇലക്ട്രോൺ കൂടെ പോയാലേ 3+ ആവും. ആ 1 ഇലക്ട്രോൺ പോകുന്നത് എവിടെ നിന്നായിരിക്കും? അത് ഡിയിൽ നിന്നായിരിക്കും. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ പഠിച്ചില്ലേ? സാധാരണ എസ് ബ്ലോക്ക് മൂലകങ്ങളോ പി ബ്ലോക്ക് മൂലകങ്ങളോ എടുത്താൽ അവിടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് എപ്പോഴും ബാഹ്യതമ ഷെല്ലിലെ അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളാണെന്ന് പറയാം. പക്ഷേ ഡി ബ്ലോക്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ മാത്രമേ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാറുള്ളൂ. അതിവിടെ FeCl2 വന്നപ്പോ അവിടെ എങ്ങനെയായിരുന്നു? ഈ അവസാനത്തെ 2 എണ്ണം മാത്രമേ രാസപ്രവർത്തനത്തിൽ എന്ത് ചെയ്തു? ഏർപ്പെട്ടുള്ളൂ.
അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ അവർ മാത്രമേ ഏർപ്പെട്ടുള്ളൂ. എന്നാൽ Fe3+ നമ്മൾ എടുത്തപ്പോൾ അവിടെ അങ്ങനെയല്ല. അവിടെ എന്ത് ചെയ്തു? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനോടൊപ്പം തന്നെ തൊട്ട് മുന്നിലുള്ള ഡിയിലെ ഇലക്ട്രോണുകൾ കൂടി എന്തിൽ ഏർപ്പെട്ടു? രാസപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്തു എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. അതുകൊണ്ടാണ് ഇവ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുവാനുള്ള കാരണം. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കാനുള്ള കാരണം ഇപ്പൊ പിടികിട്ടിയ ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരു ഡി ബ്ലോക്ക് മൂലകം എന്ത് ചെയ്യാറുണ്ട്? അതിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ മാത്രമായിരിക്കില്ല, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ മാത്രമായിരിക്കില്ല. പിന്നെ ആര് കൂടി? ചില സന്ദർഭങ്ങളിൽ തൊട്ട് ഉള്ളിലുള്ള ഡിയിലെ ഇലക്ട്രോണുകൾ കൂടി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാറുണ്ട്. അങ്ങനെ ഏർപ്പെടുന്നത് കൊണ്ടാണ് ഇവ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുവാനുള്ള കാരണം എന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ മനസ്സിലാക്കണം. അവിടെ മനസ്സിലാക്കുമ്പോ ഈ എഴുതുന്ന രീതി കൂടി എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. Fe2+ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? Fe 26 ഇലക്ട്രോൺ ആണ്, എന്നാൽ അത് അയോണായി മാറുന്നു. 2+ അയോണായിട്ട് മാറുമ്പോൾ 26ൽ നിന്നും 2 ഇലക്ട്രോൺ പോയി, പിന്നെ 24 വെച്ചിട്ടുള്ളത് മാത്രം എഴുതിയാൽ മതി. എന്നാൽ 3+ ആവുമ്പോൾ 26ൽ നിന്നും 3 പോയി, പിന്നെ എത്ര വെച്ച് എഴുതിയാൽ മതി? 3 വെച്ച് 23 വെച്ച് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? Fe3+ കിട്ടും. അപ്പൊ ഈ രീതിയിലാണ് ഈ മേഖലയിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുവാനായിട്ട് ചോദിക്കാനുള്ള ചില രീതികൾ. അപ്പൊ ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ 1.17 എന്ന് പറയുന്ന ടേബിള്, അവിടെ മാംഗനീസുമായി ബന്ധപ്പെട്ട കുറച്ച് കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. അവയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, എല്ലാത്തിലെയും മാംഗനീസിന് എന്ത് കണ്ടുപിടിക്കുക? ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക. ഒപ്പം ആ നമ്പർ, ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര പോസിറ്റീവ് ചാർജുള്ള അയോൺ ആയിട്ട് മാറുന്നു എന്ന് നമുക്കറിയാലോ. അതിന്റെ അടിസ്ഥാനത്തിൽ ആ അയോണുകളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം കൂടി എഴുതണം. മാംഗനീസിന്റെ നല്ല എഴുതാനുള്ളത്, നിങ്ങൾക്ക് കിട്ടുന്ന ഓക്സിഡേഷൻ നമ്പർ എത്രയാണോ അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ആ അയോണിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൂടി എഴുതണം. ഇനി നിങ്ങൾ ഡി ബ്ലോക്ക് മൂലകങ്ങളുമായിട്ട് അവസാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ പൊതുവെ ഉണ്ടാക്കുന്ന സംയുക്തങ്ങൾ, അതായത് ഡി ബ്ലോക്കിൽ ഉൾപ്പെട്ട ഏതെങ്കിലും ഒരു മൂലകം ഒരു സംയുക്തം രൂപീകരിക്കുന്നുവെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ചില സംയുക്തങ്ങൾക്ക്, മിക്കവാറുള്ള സംയുക്തങ്ങൾക്കെല്ലാം എന്തായിരിക്കും? അവർ നിറമുള്ള സംയുക്തങ്ങളായിരിക്കും, അല്ലെങ്കിൽ കളേർഡ് കോമ്പൗണ്ട്സ് ആണ് എന്ന് നമുക്ക് പറയാം. കളറുള്ള കോമ്പൗണ്ടുകളായിരിക്കും. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് എല്ലാം പരിചയമായിട്ടുള്ള ഒന്നാണ് കോപ്പർ സൾഫേറ്റ്, അല്ലെ? ഈ കോപ്പർ സൾഫേറ്റ് നിങ്ങൾ എടുത്താൽ നിങ്ങൾക്കറിയാം, ആ കോപ്പർ സൾഫേറ്റിനകത്ത് കോപ്പർ സൾഫേറ്റ് നിറം നീല നിറമാണ് എന്ന് നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടൊക്കെ ഉള്ളതാണ്. ആ കോപ്പർ സൾഫേറ്റിന് നീല നിറം കിട്ടാനുള്ള കാരണം ഈ കോപ്പർ എന്ന് പറയുന്ന ഈ അയോണിന്റെ സാന്നിധ്യമാണ്, അല്ലെങ്കിൽ ആ ഒരു സംക്രമണ മൂലകമായ കോപ്പറിന്റെ അയോൺ അതിനകത്തുള്ളത് കൊണ്ടാണ് അതിനെന്ത് കിട്ടിയത്? ആ ഒരു നീല നിറം കിട്ടിയത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഫെറസ് സൾഫേറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഫെറസ് സൾഫേറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കൊബാൾട്ട് നൈട്രേറ്റ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൽ ഫെറസ് സൾഫേറ്റ് നിങ്ങൾ കണ്ടിട്ടുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കുള്ളൂ. ഒരു ഇളം പച്ച നിറത്തിലുള്ള സാധനമാണ് ഫെറസ് സൾഫേറ്റ്. ഈ ഫെറസ് സൾഫേറ്റിന് ആ നിറം കിട്ടാനുള്ള കാരണം അതിലെ ആ ഒരു ഡി ബ്ലോക്ക് മൂലകമായ അയണിന്റെ സാന്നിധ്യമാണ്, അല്ലെങ്കിൽ അതിന്റെ അയോണിന്റെ സാന്നിധ്യമാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം. അപ്പോ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, സാധാരണ ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ഉണ്ടാകുന്ന സംയുക്തങ്ങൾക്കെല്ലാം തന്നെ പൊതുവായിട്ട് എന്ത് കാണപ്പെടാറുണ്ട്? നിറമുള്ള സംയുക്തങ്ങളായിരിക്കും. അവർക്ക് പ്രത്യേകിച്ച് നിറങ്ങൾ കാണുന്നുണ്ട് നമുക്കറിയാം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിൽ മാംഗനീസ് അയോണിന്റെ സാന്നിധ്യമാണ് ആ പൊട്ടാസ്യം പെർമാംഗനേറ്റിന് ആ ഒരു നിറം നൽകുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. പൊതുവെ പറയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സംയുക്തങ്ങൾ പൊതുവെ നിറമുള്ള സംയുക്തങ്ങളായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇത് ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. ഓയിൽ പെയിന്റിങ്ങിനും അല്ലെങ്കിൽ ഗ്ലാസുകളുടെ നിർമ്മാണത്തിനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇത്തരം സംയുക്തങ്ങൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരെ ഉപയോഗിക്കാറുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ഡി ബ്ലോക്ക് മൂലകങ്ങളുമായി ബന്ധപ്പെട്ട് പഠിച്ച കാര്യങ്ങളിൽ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യം പഠിച്ചു. അതുപോലെ തന്നെ ആ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ പഠിച്ചു. ആ പ്രത്യേകതകൾ ഒരുപാട് പഠിച്ചു. അതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ അറിഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഗ്രൂപ്പിലും പീരീഡിലും സിമിലാരിറ്റി കാണിക്കുന്നു എന്നുള്ള കാര്യം പഠിച്ചു. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ലാസ്റ്റ് പഠിച്ച ഓക്സിഡേഷൻ നമ്പറിന്റെ കേസ് പഠിച്ചപ്പോൾ ഓക്സീകരണാവസ്ഥ എങ്ങനെയാണ് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത് എന്നുള്ള കാര്യം പഠിച്ചു. അതുപോലെ തന്നെ എന്തും പഠിച്ചു? ഈ പറയുന്ന ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സംയുക്തങ്ങൾ പൊതുവെ കളേർഡ് കോമ്പൗണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ നിറമുള്ള സംയുക്തങ്ങളായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക.
ഇനി ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എഫ് ബ്ലോക്ക് മൂലകങ്ങളുമായി ബന്ധപ്പെട്ട ചെറിയ 1-2 കാര്യങ്ങൾ കൂടി മാത്രമാണ്. അപ്പൊ നമുക്കിനി അതിലേക്ക് കടക്കാം. അപ്പൊ നമുക്കിനി എഫ് ബ്ലോക്ക് മൂലകങ്ങളെ കുറിച്ച് പഠിക്കാം. ഈ പാഠത്തിൽ ഏറ്റവും അവസാനമായിട്ട് പഠിക്കാനുള്ളത് എഫ് ബ്ലോക്ക് മൂലകങ്ങളെ കുറിച്ചാണ്. വളരെ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനില്ല, വളരെ ചെറിയ 1-2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഫ് ബ്ലോക്ക് മൂലകങ്ങളെ പറ്റി അറിഞ്ഞിരിക്കുക. നമുക്ക് ആ പീരിയോഡിക് ടേബിൾ നോക്കുമ്പോൾ അറിയാം അല്ലെ, തൊട്ട് പീരിയോഡിക് ടേബിളിന്റെ മെയിൻ പോർഷനിൽ നിന്ന് തൊട്ട് താഴെയായിട്ട് ഒരു 2 വരികളിലായിട്ട് ചില കുറച്ച് മൂലകങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ മൂലകങ്ങളെയാണ് നമ്മൾ എഫ് ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. അപ്പോ അത് എങ്ങനെ ഉൾപ്പെടുത്തി എന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. പീരിയോഡിക് ടേബിളിലെ ലാന്തനം എന്ന് പറയുന്ന ഒരു മൂലകമുണ്ട്. ആ മൂലകത്തിന് ശേഷം വരുന്ന 14 മൂലകങ്ങളെ, ലാന്തനം എന്ന് പറയുന്ന മൂലകത്തിന് ശേഷം വരുന്ന 14 മൂലകങ്ങളെ ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വരിയിൽ തന്നിട്ടുണ്ട്. ആ മൂലകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് ലാന്തനോയിഡ്സ് എന്നാണ്. എന്തെന്ന് വിളിക്കുന്നു? ലാന്തനോയിഡ്സ് എന്ന് വിളിക്കുന്നു. ലാന്തനത്തിന് ശേഷം വരുന്ന മൂലകങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ലാന്തനോയിഡ്സ് എന്ന് വിളിക്കും. ലാന്തനോയിഡ്സ് എന്ന് നമ്മൾ എന്ത് ചെയ്യും, വിളിക്കും. ലാന്തനോയിഡുകൾ എന്നാണ് സാധാരണ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ഇനി അതുപോലെ തന്നെ പീരിയോഡിക് ടേബിളിലെ ആക്ടീനിയം എന്ന് പറയുന്ന ഒരു മൂലകമുണ്ട്. അതിനുശേഷം വരുന്ന 14 മൂലകങ്ങളെയാണ് ഇവിടെ തൊട്ട് താഴെയായിട്ട് തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്നത് ആക്ടിനോയിഡ്സ് എന്നാണ് വിളിക്കുന്നത്. എന്ത് വിളിക്കും? ആക്ടിനോയിഡ്സ് എന്ന് വിളിക്കും. അപ്പോൾ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സുമാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ലാന്തനോയിഡ് എന്ന് പറഞ്ഞാൽ ലാന്തനം എന്ന് പറയുന്ന മൂലകത്തിന് എലമെന്റിന് ശേഷം വരുന്ന 14 മൂലകങ്ങളെ ലാന്തനോയിഡ്സ് എന്നും, അതിനുശേഷം അതിന് തൊട്ട് താഴത്തെ പീരീഡിൽ വരുന്ന ആക്ടിനിയം എന്ന് പറയുന്ന മൂലകത്തിന് 6-7 പീരീഡിൽ ഉൾപ്പെടുന്നവരാണ് ഇതിൽ വരുന്നത്, ഈ പറയുന്ന എഫ് ബ്ലോക്കിൽ വരുന്നത്. അപ്പൊ അതിൽ തന്നെ ലാന്തനത്തിന് ശേഷം വരുന്ന 14 മൂലകങ്ങളെ ലാന്തനോയിഡ്സ് എന്നും, ആക്ടിനിയത്തിന് ശേഷം 7ാമത്തെ പീരീഡിലുള്ള ആക്ടിനിയത്തിന് ശേഷം വരുന്ന 14ഓളം മൂലകങ്ങളെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ആക്ടിനോയിഡ്സ് എന്നും വിളിച്ചു. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവസാന ഇലക്ട്രോൺ വന്ന് ചേരുന്ന സബ്ഷെൽ എന്ന് പറയുന്നത് അത് ഏറ്റവും പുറത്തുള്ള ബാഹിതമ ഷെൽ എടുത്താൽ ആ ബാഹിതമ ഷെല്ലിന്റെ തൊട്ട് മുന്നിലുള്ള ഷെല്ലിന്റെയും തൊട്ട് മുന്നിലാണ് എന്നുള്ള കാര്യം ആലോചിക്കണം. അതായത് ഇപ്പൊ നമ്മളൊരു മൂലകം എടുത്താൽ അതിൽ ഇതുപോലെ ഷെല്ലുകൾ ഉണ്ടെങ്കിൽ ആ ഷെല്ല് നമ്മൾ എടുത്താൽ ഇതാണ് ഏറ്റവും പുറത്തുള്ള ഷെല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നിലുള്ള ഷെല്ലിന് തൊട്ട് മുന്നിലുള്ള ഈ ഒരു ഷെല്ലായിരിക്കും അവസാനം ഇലക്ട്രോൺ, ആന്റി പിനൾട്ടിമേറ്റ് ഷെൽ എന്നാണ് അറിയപ്പെടുന്നത്. അതിലായിരിക്കും എന്ത് നടക്കുന്നത്, അവസാനം ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ആ ഫില്ല് ചെയ്യപ്പെടുന്ന അത് ഏത് സബ്ഷെല്ലിലായിരിക്കും? എഫ് സബ്ഷെല്ലിലായിരിക്കും. അതുകൊണ്ടാണല്ലോ അതിനെ എഫ് ബ്ലോക്ക് മൂലകം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ ഒരു കാര്യമാണ് ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ എഫ് ബ്ലോക്ക് മൂലകങ്ങളും ഡി ബ്ലോക്ക് മൂലകങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. കാരണം ഡി ബ്ലോക്കിൽ ഉൾപ്പെട്ട ആൾക്കാരെയാണ് നമ്മൾ സെപ്പറേറ്റ് മാറ്റി ഒരു ബ്ലോക്ക് ഉണ്ടാക്കി എഫ് ബ്ലോക്ക് ആയിട്ട് വെച്ചിരിക്കുന്നത്. 6ാമത്തെയും 7ാമത്തെയും പീരീഡിൽ വരുന്ന ആൾക്കാരെ, അതില് ലാന്തനത്തിന് ശേഷം വരുന്ന 14 മൂലകങ്ങളെ ലാന്തനോയിഡ്സ് എന്നും, ആക്ടിനിയത്തിന് ശേഷം വരുന്ന 14 മൂലകങ്ങളെ ആക്ടിനോയിഡ്സ് എന്നും വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ഇനി ഇവയിൽ അവസാന ഇലക്ട്രോൺ പൂരണം അല്ലെങ്കിൽ അവസാന ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്ന സബ്ഷെൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏറ്റവും പുറത്തെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് തൊട്ട് മുന്നിലുള്ള ഷെല്ലിലായിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കുക. ഡി ബ്ലോക്കിലാണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് തൊട്ട് മുന്നിലുള്ള ഷെല്ലിലായിരിക്കും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ആന്റി പീനൾട്ടിമേറ്റ് ഷെല്ലായിരിക്കും. അതായത് ഏറ്റവും പുറത്തുള്ള ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിന്റെയും തൊട്ടുള്ളിലായിരിക്കും ഏതിന്റെയും അവസാനം ഇലക്ട്രോൺ വന്ന് ചേരുന്നത്. ആ ചേരുന്നത് ഏത് സബ്ഷെല്ലിലായിരിക്കും? എഫ് സബ്ഷെല്ലിലായിരിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഇനി എഫ് ബ്ലോക്ക് മൂലകങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പഠിക്കാം. അതിന്റെ ചില കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. അതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഡി ബ്ലോക്ക് മൂലകങ്ങളെ പോലെ തന്നെ എഫ് ബ്ലോക്ക് മൂലകങ്ങളും വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പല രീതിയിൽ എന്ത് ചെയ്യും, ഇവർ രാസപ്രവർത്തനത്തിൽ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്ന സമയത്ത് പലതായിരിക്കും എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. അത് ഡി ബ്ലോക്ക് മൂലകങ്ങളെ പോലെ തന്നെയാണ് ഇവരും എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി അതുപോലെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആക്ടിനോയിഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഈ ആക്ടിനോയിഡുകളിൽ ഭൂരിഭാഗം എലമെന്റ്സും മൂലകങ്ങളും നമ്മൾ എടുത്താൽ അവ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്. എന്താണ്? റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ് ആക്ടിനോയിഡുകൾ. ഈ പറയുന്ന ഈ ഒരു ഭാഗത്ത് വരുന്ന 14 മൂലകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആക്ടിനോയിഡ്സ് എന്ന് വിളിക്കും. ആ ആക്ടിനോയിഡ്സുകളിൽ മോസ്റ്റ് എലമെന്റ്സ് എന്തായിരിക്കും, റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആയിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇവ റേഡിയോ ആക്റ്റീവുമാണ്, അതുപോലെ എന്തുമാണ്, ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുത്തതാണെന്ന് കൂടി അറിയണം. മനുഷ്യനിർമ്മിതമായിട്ട് ഉണ്ടാക്കിയെടുത്ത മൂലകങ്ങളാണ് ഈ പറയുന്ന ആക്ടിനോയിഡുകൾ എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അവിടെ വളരെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം. ആരൊക്കെയാണ്? യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം തുടങ്ങിയ മൂലകങ്ങളെ
നിങ്ങൾക്കറിയാം ഈ മൂലകങ്ങളെ നമ്മൾ സാധാരണയായിട്ട് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയായിരിക്കും? ആണവ നിലയങ്ങളിൽ, ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം പോലുള്ള മൂലകങ്ങളെ ഇന്ധനമായിട്ട്, ഫ്യൂവലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം മറ്റൊരു കാര്യം, പെട്രോളിയം ഇൻഡസ്ട്രി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് ആ എണ്ണ ശുദ്ധീകരണശാലകളുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്താൽ അവിടെ ഈ എണ്ണ ശുദ്ധീകരണ സമയത്ത് ഉൽപ്രേരകമായിട്ട് അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതും ഈ പറയുന്ന എഫ് ബ്ലോക്ക് മൂലകങ്ങളെയാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അപ്പോൾ എഫ് ബ്ലോക്ക് മൂലകങ്ങളുമായി ബന്ധപ്പെട്ട് പഠിച്ച പ്രത്യേകതകൾ നമുക്ക് ഒന്നുകൂടി പറയാം. അതിൽ ആദ്യം നമ്മൾ പഠിച്ചത് ഡി ബ്ലോക്ക് മൂലകങ്ങളെ പോലെ ഇവൻ എന്ത് ചെയ്യാറുണ്ട്? വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രദർശിപ്പിക്കാറുണ്ട്. അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എന്ത് ചെയ്യാറുണ്ട്? വേരിയേഷൻ കാണിക്കാറുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ച കാര്യമാണ് ഈ ആക്ടിനോയിഡ്സുകളെ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പ്രത്യേകത എന്താ? ആക്ടിനോയിഡുകൾ എല്ലാം തന്നെ എന്തായിരിക്കും? മനുഷ്യനിർമ്മിതമായിരിക്കും. അതുപോലെ തന്നെ ആക്ടിനോയിഡുകളിൽ ഭൂരിഭാഗം മോസ്റ്റ് എലമെന്റ്സിനെയും നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നു? റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളായിരിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ആലോചിച്ചു കൊള്ളണം. ഇനി അതുപോലെ നമ്മൾ പഠിച്ചു യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം. ഏതൊക്കെയാണ്? യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം തുടങ്ങിയ മൂലകങ്ങളെ നമ്മൾ ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു, ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി അതുപോലെ അവസാനമായി പഠിച്ച മറ്റൊരു കാര്യം, എണ്ണ ശുദ്ധീകരണശാലകളിൽ എണ്ണ ശുദ്ധീകരണ സമയത്ത് അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഉൽപ്രേരകമായിട്ട്, എന്താണ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഉൽപ്രേരകം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം, 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യാറുണ്ട്? ഈ കാറ്റലിസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ പഠിക്കും. രാസപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത്തരം കാറ്റലിസ്റ്റുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്തരം ഡി ബ്ലോക്ക് മൂലകങ്ങളെയാണ് എന്നുള്ള കാര്യവും നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പൊ ഈ ചാപ്റ്ററിൽ ഒന്നാമത്തെ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന് പറയുന്ന ഈ ഒരു പാഠത്തിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുവാനായിട്ടുള്ളത്, നിങ്ങൾ ചെയ്യുവാനായിട്ടുള്ളത്. ഇതിനുശേഷം നിങ്ങൾക്കുള്ള ചെറിയൊരു പീരിയോഡിക് ടേബിളിന്റെ ഒരു സ്ട്രക്ചർ ഈ പാഠത്തിന് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളും തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ സ്ട്രക്ചർ നോക്കി അതിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം സ്വന്തമായിട്ട് എഴുതണം. നമ്മൾ പഠിച്ചതിനകത്ത് നിന്നുമാണ് അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ സ്വന്തമായിട്ട് എഴുതുവാനായിട്ട് ശ്രമിക്കണം.